എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വീട്ടിലെ പ്രസവം. മലബാർ മേഖലയിൽ താമസിക്കുന്ന ഒരു യുവതി, ആ യുവതിയുടെ രണ്ടാമത്തെ പ്രസവം വീട്ടിൽ സുഖകരമായി പ്രസവിച്ചു. അവര് ഫേസ്ബുക്കിലൂടെ വളരെ മനോഹരമായി അവരുടെ പ്രസവാനുഭവം വിവരിക്കുകയുണ്ടായി. അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ധാരാളം ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇപ്പോഴും അത് വളരെ വലിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ ഒരു 2-3 തലമുറ മുൻപ് വരെ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരും മുത്തശ്ശിമാരും മുതുമുത്തശ്ശിമാരും അങ്ങോട്ട് പുറകോട്ട് എടുക്കുന്ന എത്ര തലമുറയുണ്ടോ ഇവരെല്ലാവരും വീട്ടിലും മറ്റുമാണ് പ്രസവിച്ചത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും ഉണ്ടാവില്ല. കാരണം അലോപ്പതി പോലെയുള്ള ആരോഗ്യ മേഖലയിലെ പുതിയ സംവിധാനങ്ങൾ, ഹോസ്പിറ്റലുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 10-200 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചതും വളർന്നതും ജനിച്ചതും എങ്ങനെയാണ്? വീട്ടിലെ പ്രസവത്തിലൂടെ തന്നെയാണ്. അന്നൊന്നും ഇല്ലാതിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അമ്മയുടെ ആരോഗ്യം, കുട്ടിയുടെ ആരോഗ്യം, ഇത്തരം കാര്യങ്ങളെയെല്ലാം വളരെ ഗൗരവമായിട്ട്, വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് പ്രസവത്തെ ഒരു രോഗമായിട്ടും ഗർഭിണിയായ സ്ത്രീയെ ഒരു രോഗിയായിട്ടും കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, എവിടെ പ്രസവിക്കണം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. അത് ഹോസ്പിറ്റലിൽ പ്രസവിക്കണമെന്നാണ് അവർ താല്പര്യമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കാം. അതല്ല, വീട്ടിലാണ് പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്കൊരുക്കാം. ഇത് നമ്മുടെ രാജ്യവും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും അവർക്ക് നൽകുന്ന ഉറപ്പും സ്വാതന്ത്ര്യവും അവകാശമൊക്കെയാണ്. ഇതിന് നമ്മൾ പൊതുസമൂഹത്തിന് അഭിപ്രായങ്ങൾ പറയാം, അല്ലാതെ അത്തരം സാഹചര്യങ്ങളെ സൃഷ്ടിക്കരുത്. അത് ഗുരുതരമായ അപകടങ്ങൾ വഴിവെക്കും. ധാരാളം സ്ത്രീകളും കുട്ടികളും വീട്ടിലെ പ്രസവത്തിൽ മരണപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റായ ചില വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട്ടിലായാലും ഹോസ്പിറ്റലിലായാലും എവിടെ പ്രസവിക്കാൻ നമ്മൾ ഒരു സ്ത്രീ ശ്രമിച്ചാലും എല്ലാ സ്ഥലത്തും നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവാം. എന്നാൽ വീട്ടിലെ പ്രസവത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ എക്സ്പെൻസുകളില്ല, ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല, മാനസികമായിട്ട് വലിയ പീഡനങ്ങൾ ഉണ്ടാകുന്നില്ല. നമുക്ക് സുഖവും സ്വസ്ഥവുമായിട്ട് നമ്മളുടെ ആ ഒരു പ്രസവ സമയത്തെ മനസ്സിലാക്കി അനുഭവിച്ച് നമുക്ക് ആസ്വദിച്ച് തന്നെ അത് സാധിക്കാൻ കഴിയും. എന്നാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൃത്യമായ ഒരു ഡേറ്റും സമയവും മുൻകൂട്ടി അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സമയമാവുന്നതിന് മുമ്പേ പലപ്പോഴും ഓപ്പറേഷൻ നടത്തി കുട്ടിയെ പുറത്തെടുക്കുന്നു. ചിലപ്പോൾ സമയമായിട്ടും പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർജിക്ക് നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഒരു നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു വസ്തു അത് പുറത്തേക്ക് പോകുന്നതിന്, അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുന്നതിന്, അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിവുണ്ട്. അതിന് അതിൻ്റെതായ സമയവും സാഹചര്യം വരുമ്പോൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ പറയുന്ന നിശ്ചിത സമയം കഴിഞ്ഞിട്ടും പ്രസവിച്ചില്ലെങ്കിൽ കുട്ടി പുറത്തേക്ക് വരാതെ കുട്ടി ആവിയായി മുകളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അപ്രത്യക്ഷമാവുന്ന അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. കാരണം ശരീരത്തിനകത്തുള്ള വസ്തുവിനെ പുറന്തള്ളാൻ ശരീരത്തിനറിയാം. അതിന് സമയമായിട്ടില്ല. ആ സമയമാവുമ്പോൾ കുട്ടി തന്നെ സാവകാശം പുറത്തേക്ക് വരും. പിന്നെ ഈ വീട്ടിലെ പ്രസവത്തെ കുറിച്ച് വളരെ ഗുരുതരമായി ആരോപിക്കുന്നതാണ് മരണം സംഭവിക്കും. എന്തെങ്കിലും അമ്മയ്ക്കും കുട്ടിക്കും ഒരു സീരിയസ് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം അപകടത്തിലൂടെ അമ്മയും കുട്ടിയും മരണപ്പെട്ടു പോകാം എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക,
ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് ഹോസ്പിറ്റലുകളിൽ മരണപ്പെടുന്നത്. അപ്പോൾ വീടുകളിൽ ഒരു വർഷത്തിൽ വളരെ തുച്ഛമായ പ്രസവം നടക്കുമ്പോൾ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന പ്രസവത്തിൻ്റെ എണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം റിസ്ക്കും എത്രത്തോളം അപകട സാധ്യത എത്രത്തോളം മരണനിരക്കാണ് ഹോസ്പിറ്റലിലുള്ള പ്രസവത്തിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ സ്ത്രീക്കും അവരുടെ ഇഷ്ടാനുസരണം അവരുടെ മനസ്സിനും ശരീരത്തിനും തൃപ്തി ലഭിക്കുന്ന വിധത്തിൽ വീട്ടിലാണ് പ്രസവിക്കുന്നതെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ചെയ്യേണ്ടത്. കാരണം പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഹോസ്പിറ്റലുകളിലുള്ള പ്രസവ നിരക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഹോസ്പിറ്റലിലുള്ള പ്രസവങ്ങളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞ് വീണ്ടും സ്ത്രീകളെല്ലാവരും വീട്ടിൽ പ്രസവിക്കണം, എനിക്ക് അത് മതി എന്നുള്ള താല്പര്യത്തിലേക്ക് ഇന്നത്തെ യുവതലമുറ മാറി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ വിമർശിക്കാതെ അത്തരത്തിലുള്ള ആരോഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അവസരങ്ങളെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.